പാലക്കാട് കല്ലേക്കുളങ്ങര ശ്രീ ഹേമാംബിക ക്ഷേത്രം. പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ കല്ലേക്കുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ ഹേമാംബിക ക്ഷേത്രം. പാലക്കാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ അമ്പലം. സാധാരണ ക്ഷേത്രത്തെക്കാൾ ഉപരിയായി കേരളത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ ചരിത്രത്തിൽ ഒരു അദ്വിതീയ സ്ഥാനമുണ്ട് ഈ ക്ഷേത്രത്തിന്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത ആദിപരാശക്തിയായ ഹേമാംബിക ദേവിയെ അനുഗ്രഹം ചൊരിയുന്ന 2 കരിങ്കൽ കൈപ്പത്തികളുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണിത്. ഈ അസാധാരണമായ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ കാലാതീതമായ ഒരു ഐതിഹ്യവും ആഴത്തിലുള്ള വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. ഈ അപൂർവ പ്രതിഷ്ഠ തന്നെ ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നു. ഏമൂർ ഹേമാംബിക ക്ഷേത്രം എന്നും ഇവിടം അറിയപ്പെടുന്നു. കേരളത്തിന്റെ രക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കല്ലേക്കുളങ്ങരയിലേത്. മറ്റ് 3 ക്ഷേത്രങ്ങൾ കൊല്ലൂർ മൂകാംബിക, കോഴിക്കോട് ലോകനാർക്കാവ് ലോകാംബിക, കന്യാകുമാരിയിലെ ബാലാംബിക എന്നിവയാണ്. ഈ 4 ക്ഷേത്രങ്ങളും ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഒരു ഹേമാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം അങ്ങ് മലമ്പുഴ അകമലകാരത്താണ്. അവിടുന്ന് ദേവി കുറൂര് നമ്പൂതിരിക്ക് കുളമധ്യത്തിൽ ദർശനം കൊടുത്തു എന്നാണ് ഐതിഹ്യം. അത് കുളത്തിൽ കൈ ഇങ്ങനെ പൊന്തി വന്നപ്പോൾ അങ്ങേര് പോയി പിടിച്ചു വന്നു. അങ്ങനെ അത് കല്ലായി മാറിയെന്ന്, കല്ലായി കുളങ്ങര എന്ന് അങ്ങനെ ഒരു പേര് വന്നു. കൈ കല്ലായി മാറിയതാണ്, അതാണ് കല്ലായി കുളങ്ങര പറയുന്നത്. ഇവിടെ ക്ഷേത്രം അതിന് ശേഷം ഈ വ്യക്തിയായ ക്ഷേത്രം ഉണ്ടാക്കിയാണ് പാലക്കാട് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഹേമാംബിക ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഐതിഹ്യം ആദിശങ്കരാചാര്യരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യകാലത്ത് ഈ പ്രദേശത്ത് ദുർഗാദേവിയുടെ മൂലസ്ഥാനം പാലക്കാട് ചുരത്തിലെ ഘോരവനത്തിലുള്ള കരിമലയിലായിരുന്നു. പിന്നീടിത് മലമ്പുഴയ്ക്ക് സമീപമുള്ള മുതിരംകുന്നിലേക്ക് മാറ്റി. ഇന്നത്തെ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ മലമ്പുഴ ഡാമിന് സമീപമുള്ള ഘോരവനത്തിലെ ഒരു മലമുകളിൽ ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ടായിരുന്നു. കുറൂർ നമ്പൂതിരി, കൈമുക്ക് നമ്പൂതിരി എന്നീ 2 ഭക്തർ ദിവസവും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് മല കയറി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. വർഷങ്ങളോളം തുടർന്ന ഈ ഭക്തിയിൽ ഭഗവതി സന്തുഷ്ടയായി. ഒരു ദിവസം വാർദ്ധക്യവും യാത്രാക്ലേശങ്ങളും കാരണം അവർ വഴിയിൽ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. അപ്പോൾ ഒരു വൃദ്ധയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ഭഗവതി അവർക്ക് കുറച്ച് പഴങ്ങൾ നൽകി. അത് കഴിച്ചതോടെ ഉന്മേഷമൊക്കെ തോന്നി. അടുത്ത ദിവസം രാവിലെ അവർ വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ തലേ ദിവസം വിശ്രമിച്ച സ്ഥലത്ത് ഒരു ആനയുടെ അടുത്തായി സ്വർണപ്രഭയോടെ ജഗദംബികയെ ദർശിച്ചു. അന്നു മുതൽ അവരുടെ യാത്ര ആ മരച്ചുവട്ടിലേക്കായി. എന്നാൽ പ്രായം കൂടി വന്നപ്പോൾ അവിടം വരെയും പോകാൻ അവർക്ക് കഴിയാതെയായി. ഇത് അവർക്ക് വലിയ ദുഃഖമുണ്ടാക്കി. ഒരു രാത്രി ഉറങ്ങുന്നതിനിടെ ഭഗവതി കുറൂർ നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകി. നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസന്നയായിരിക്കുന്നു. ഇനി നീ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വരേണ്ടതില്ല. നിന്റെ മനക്കടുത്തുള്ള ചിറയിൽ ഞാൻ നിനക്കായി പ്രത്യക്ഷപ്പെടാം എന്നരുളി. പിറ്റേന്ന് രാവിലെ നമ്പൂതിരി ആകാംക്ഷയോടെ ചിറയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ കുളത്തിന്റെ നടുവിൽ നിന്ന് സ്വർണപ്രഭയോടെ 2 കൈകൾ ഉയർന്നു വരുന്നത് കണ്ടു. ഈ അവിശ്വസനീയമായ കാഴ്ച കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന നമ്പൂതിരി അതാ ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ കൈകളിൽ പിടിക്കാൻ ചിറയിലേക്ക് ചാടി. എന്നാൽ ആ നിമിഷം തന്നെ കൈകൾ കല്ലായി മാറി. ഭഗവതി പൂർണ്ണ രൂപത്തിൽ ദർശനം നൽകും മുൻപ് അദ്ദേഹം സംസാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സംഭവത്തിൽ നിന്നാണ് കല്ലേക്കുളങ്ങര എന്ന പേരുണ്ടായത്. നമ്പൂതിരിയുടെ സുഹൃത്തായിരുന്ന ചേന്നാസ് നമ്പൂതിരിപ്പാടിന്റെ സഹായത്തോടെയും പാലക്കാട് രാജാവിന്റെ നിർദ്ദേശപ്രകാരവും ഈ ദിവ്യഹസ്തങ്ങൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലം നികത്തി അവിടെ ക്ഷേത്രം പണിയുകയും ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഹേമാംബിക ദേവി പാലക്കാട് രാജവംശത്തിന്റെ കുലദേവതയായി. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ ഇടം നേടിയ കല്ല്, കുളം, കര എന്നിവ ചേർന്നാണ് കല്ലേക്കുളങ്ങര എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഹേമാംബിക ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള 2 കൈപ്പത്തികളാണ്. ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ ലോകത്ത് മറ്റൊരിടത്തും ഇല്ല എന്നതാണ് ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നത്. ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന മാതൃരൂപത്തിന്റെ പ്രതീകമായാണ് ഈ കൈകളെ കാണുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതുപോലെ വിഗ്രഹത്തിന് പകരം കൈപ്പത്തികൾ ആരാധിക്കുന്നത് ഭക്തർക്ക് ആത്മീയമായ ഒരു അനുഭവം നൽകുന്നു. ചിരപുരാതനമായിട്ടുള്ള 4 അംബിക ആലയങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആലയമാണ് ഹേമാംബിക ക്ഷേത്രം. ഇവിടെ 3 അവതാരങ്ങളിലായിട്ടാണ്
ഭഗവതി ആദ്യം ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും. ഇതിൻ്റെ മൂലസ്ഥാനം മലമ്പുഴ അകമല വാരത്തിലാണ്. അവിടെയായിരുന്നു ഇതിൻ്റെ ഭഗവതി മൂലസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കുറൂർമനയിലെ തന്ത്രിയായിരുന്നു അവിടെ പോയി പൂജ കഴിച്ചിരുന്നത്. ആ തന്ത്രിക്ക് ഇവിടുന്ന് പോയി പൂജ കഴിച്ച് വരാനുള്ള ആ ഒരു വിഷമം കൊണ്ട് തന്ത്രിക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു അരുൾപ്പാടുണ്ടാവുകയും ഐതിഹ്യമായിട്ട് ഭഗവതി ഇവിടെ വരാമെന്ന് പറഞ്ഞ് ഇവിടെ ഉയർന്നു പറഞ്ഞ് ഈ കുളത്തിൻ്റെ ഇവിടെ ഈ കുളങ്ങളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഈ കന്യാകുമാരി. അങ്ങനെയാണ് കന്യാകുമാരി ആയത്. അപ്പോൾ തന്ത്രി ഇവിടെ ഈ കുളത്തിൻ്റെ അവിടെ വന്ന് ഇരിക്കുന്ന ഭഗവതിയുടെ പ്രത്യക്ഷപ്പെടുന്നുള്ളൊരു അശരീരിയായിട്ട് കുളത്തിനോട് നിൽക്കുന്ന സമയത്ത് ഭഗവതി വെള്ളത്തിൽ നിന്ന് സ്വയം ഭൂവായിട്ട് പൊങ്ങി വരികയും ആ സമയത്ത് പെട്ടെന്ന് 2 കൈയാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആ കൈ കണ്ടതും തിരുമേനി കുളത്തിലേക്ക് ഇറങ്ങിയത് അതോടുകൂടി ഭഗവതി അവിടെ സ്വയംഭൂവായിട്ട് കുടികൊള്ളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ശ്രീ ഹേമാംബിക ക്ഷേത്രത്തിൽ ആദിപരാശക്തിയായ ദേവിയെ ഒരു ദിവസം 3 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. ഓരോ ഭാവത്തിനും പ്രത്യേക സമയക്രമങ്ങളും നിവേദ്യങ്ങളുമുണ്ട്. പ്രഭാതത്തിൽ ദേവിയെ ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ദേവതയായ മഹാസരസ്വതിയുടെ ഭാവത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു. ഈ സമയം വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും അവരുടെ കഴിവുകളിൽ ഉയർച്ച തേടാനും അറിവ് സമ്പാദിക്കാനും അനുഗ്രഹം തേടാൻ ഏറ്റവും ഉചിതമാണ്. ഈ ഭാവത്തിൽ ആരാധനയുടെ പ്രധാന നിവേദ്യം പണപ്പായസമാണ്. ഉച്ചസമയത്ത് ദേവി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയായ മഹാലക്ഷ്മിയുടെ രൂപം കൈക്കൊള്ളുന്നു. ആ സമയത്ത് ഭക്തർക്ക് ധനം, ഐശ്വര്യം, കുടുംബ ഭദ്രത എന്നിവയ്ക്കായി പ്രാർത്ഥിക്കാം. മഹാലക്ഷ്മി ഭാവത്തിലെ പ്രധാന നിവേദ്യം പാൽപ്പായസമാണ്. വൈകുന്നേരം ദേവി ദുരിതങ്ങളെയും രോഗങ്ങളെയും അകറ്റുന്ന മഹാകാളിയുടെ ഉഗ്രരൂപത്തിൽ പൂജിക്കപ്പെടുന്നു. ഈ സമയത്താണ് രോഗപീഠകളുള്ളവരും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും മോക്ഷത്തിനായി ദേവിയെ ശരണം പ്രാപിക്കുന്നത്. ഈ ഭാവത്തിലെ പ്രധാന നിവേദ്യം കടും പായസമാണ്. ഇപ്രകാരം ഒരു ദിവസം മുഴുവൻ ദേവിയുടെ 3 പ്രധാന ഭാവങ്ങളിലൂടെ ഭക്തർക്ക് ജ്ഞാനം, സമ്പത്ത്, ശക്തി എന്നീ അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുന്നു. ഇവിടെ പൂജാവിധികൾ പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ നിശ്ചയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. രാവിലെ സരസ്വതി, ലക്ഷ്മി, ദുർഗയായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിട്ട് ഒരു പൂജ മാത്രമായിട്ട് നവകവും കളപ്പും ഒക്കെ ആയിട്ട് ഒറ്റ പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യർ നിശ്ചയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ വന്നു എന്നും അങ്ങനെയാണ് പൂജാവിധികൾ നിശ്ചയിച്ച് 4 അമ്പാലയങ്ങളുണ്ടല്ലോ. അദ്ദേഹം മൂകാംബിക, ലോകാംബിക, ബാലാംബിക, ഹേമാംബിക. അതിൽ ഒരു അംബികയാണ് നമ്മളെ ഹേമാംബിക. അപ്പോൾ ഇവിടെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, പിന്നെ സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി. രാവിലെ നേരത്തെ സരസ്വതി സങ്കല്പമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. അതിന് പല അനുഭവങ്ങളും ഇവിടെ ജനങ്ങൾ വന്ന് പറയാറുണ്ട്. അതേപോലെ സന്താനഭാഗ്യത്തിന് പുഷ്പാഞ്ജലികൾ കഴിച്ച് ആയ അനുഭവങ്ങൾ കുറേ ആൾക്കാർ വന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലും ഒരു പ്രധാന സ്ഥാനമുണ്ട്. 1982 കോൺഗ്രസ് പാർട്ടി പിളർന്ന ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിലും എത്തി. അന്ന് ലീഡർ കെ കരുണാകരൻ അടക്കമുള്ള നേതാക്കൾ ഇന്ദിരാഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയിൽ ആകൃഷ്ടയായ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ചിഹ്നമായി കൈപ്പത്തി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്ന ഒരു കഥയും കേട്ടിട്ടുണ്ട്. ഈ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1982 അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിക്കുകയും പിന്നീട് അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൈപ്പത്തി ചിഹ്നം വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇന്ദിരാഗാന്ധി 1982 ഇവിടെ വന്ന് തൊഴുതുപോയ ശേഷമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൈപ്പത്തി ചിഹ്നം വന്നത്. ഭാരതത്തിൽ തന്നെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ഇതെന്ന് അറിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി ഇവിടെ തൊഴാനായിട്ട് വന്നിരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ്റെ പ്രേരണയാലാണ് അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് തൊഴാനായിട്ട് വരാറുണ്ട്. ശ്രീ കരുണാകരൻ്റെ പ്രേരണയോടുകൂടെയാണ് ഇവിടെ ക്ഷണിക്കുകയും അങ്ങനെയാണ് ഇങ്ങനൊരു കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കല്ലേക്കുളങ്ങരയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ദിരാഗാന്ധി 82 ഡിസംബർ മാസത്തിലാണ് ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്നത്. അതിനുശേഷമാണ് കൈപ്പത്തി ചിഹ്നം കോൺഗ്രസിന് വന്നത്. ഹേമാംബിക ക്ഷേത്രത്തിന് സമീപത്തായി ചേന്ദമംഗലം, ഈശ്വരമംഗലം എന്നീ പേരുകളിൽ 2 ശിവക്ഷേത്രങ്ങളുണ്ട്. ഹേമാംബിക ദേവിയെ ദർശനം നടത്തുന്ന ഭക്തർ ഈ ശിവക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തുന്നത് വളരെ പുണ്യകരമായി കരുതുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഭരണം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. കല, സംഗീതം, സാഹിത്യം, സിനിമ തുടങ്ങിയ മേഖലകളിലുള്ളവരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. നൃത്തം അഭ്യസിക്കുന്നവരും ഗായകരും നടീനടന്മാരും തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും അനുഗ്രഹം തേടിയുമൊക്കെ ഇവിടെ എത്തുന്നു.
ഹേമാംബിക ക്ഷേത്രത്തിൽ നിരവധി സവിശേഷമായ വഴിപാടുകളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുട്ടിയും തൊട്ടിലും എന്ന വഴിപാടാണ്. സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികൾ ദേവിയെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 6-ാം മാസത്തിൽ കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിച്ച് തൊട്ടിൽ വഴിപാടായി നൽകുന്നു. ഇത് സന്താനലബ്ധിക്കും കുട്ടികളുടെ നന്മയ്ക്കും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, അഭിവൃദ്ധി എന്നിവയ്ക്കായി ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ഇവിടെ പതിവാണ്. രോഗശാന്തിക്കായി 11-ാം അധ്യായവും വിദ്യാഭിവൃദ്ധിക്കായി 4-ാം അധ്യായവും ഭക്തർ പാരായണം ചെയ്യുന്നു. ദ്വാദശാക്ഷരി പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി എന്നിവയും പ്രധാന വഴിപാടുകളാണ്. ശ്രീ ഹേമാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഒരു പ്രധാന ആഘോഷമാണ്. 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ദേവിയുടെ 9 ഭാവങ്ങളെ പ്രതിനിധീകരിച്ച് വിശേഷാൽ പൂജകളും കലാപരിപാടികളും കൊണ്ട് സമ്പന്നമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നവരാത്രി കൂടാതെ മണ്ഡലക്കാലം, ശിവരാത്രി, മീനമാസത്തിലെ ലക്ഷാർച്ചന, കർക്കിടക മാസത്തിലെ ഈശ്വരസേവ എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ്. രാജാവിൻ്റെ കാവൽക്കാരെന്ന് അറിയപ്പെടുന്ന പാരമ്പര്യമായിട്ട് രാജാവ് കൽപ്പിച്ചു തന്ന തിരുവാഭരണം തിരുവാഭരണത്തിൻ്റെ ചുമതല ദേവീക്ഷേത്രത്തിലെ ഏമൂർ ഭഗവതി തിരുവാഭരണം സൂക്ഷിപ്പുകാരെന്നുള്ള നിലയ്ക്ക് ഭണ്ഡാരിയാണ്. അപ്പോൾ ഈ മണ്ഡലമാസം, അത് വൃശ്ചികം 1 മുതൽ മണ്ഡലം ധനു 10 വരെയുള്ള മണ്ഡലം 40 ദിവസം ഇവിടെ കള്ളെഴുത്ത് പാട്ട് നടക്കുന്നുണ്ട്. ധാരികാവധം എന്നാണ് പറയുക. അതിന് ദേവടയിൽ പിന്നെ നമ്മുടെ അന്തിമഹാകാളിൻ്റെ രൂപങ്ങളാണ് അതിൽ. അത് ഈ അന്തിമഹാകാളിൻ്റെ രൂപം അപൂർവത്തിൽ മാത്രമേ ഇങ്ങനെ വരയ്ക്കാറുള്ളൂ കളെഴുത്ത് പാട്ടിൽ. അതിവിടെ ഏമൂർ ക്ഷേത്രത്തിൽ മാത്രമേ നടക്കാറുള്ളൂ എന്നാണ് കേട്ടറിവ്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്നതുപോലെ ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല. ഇത് ദേവിയുടെ ആദിപരാശക്തി ഭാവത്തിന് പ്രാധാന്യം നൽകുന്നു. ദൂരദേശത്തു നിന്നും നിരവധി ഭക്തർ ദിവസവും ഈ ക്ഷേത്രത്തിൽ എത്തുന്നു. തീരാത്ത ദുരിതങ്ങൾക്കും മാറാരോഗങ്ങൾക്കും മുക്തി തേടിയും വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കായും ആളുകൾ ദേവിയുടെ അനുഗ്രഹം തേടിയെത്താറുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി രാവിലെ 5 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 8 മണി വരെയും നട തുറന്നിരിക്കും. പാലക്കാടിന്റെ സാംസ്കാരിക ആത്മീയ കേന്ദ്രമായ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രം അതിന്റെ സവിശേഷമായ പ്രതിഷ്ഠ കൊണ്ടും സമ്പന്നമായ ചരിത്രം കൊണ്ടും ഭക്തരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു.